ഹായ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബലോത്രയിൽ നൈറ്റി പ്രിൻറ്റ്സ് കോലമൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം കുറേ ഇതുപോലെ അലഞ്ഞ് തിരിഞ്ഞ് വെയിലത്തൊക്കെ നന്നായിട്ട് അലഞ്ഞ് തിരിയുന്നുണ്ട്. പിന്നെ നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ചെവിയൊക്കെ നന്നായിട്ട് അടഞ്ഞിരിക്കും കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ ബലോത്രയിലെ ഓരോരോ ഫാക്ടറീസ്, ഇൻഡസ്ട്രിയൽ ഏരിയാസ് കണ്ടോ. ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തു നിന്നാണ് നമുക്ക് ഈ നൈറ്റികളൊക്കെ ചെയ്തു വരുന്നത് കേട്ടോ. നൈറ്റി, പോപ്ലിൻസ്, അതുപോലെ തന്നെ നമ്മുടെ കോട്ടൺ ലൈനിങ്സ്, അതൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ് ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഞാനിവിടെ ഒരു സ്ഥലത്തുനിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് കയറി. അപ്പം അവരുടെ ഫാക്ടറി ജസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ഫാക്ടറിയാണ് കേട്ടോ. എല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇപ്രാവശ്യം ഞാൻ എല്ലാം നമ്മുടെ VRSന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നതെല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്നാണ്. അത് ഞാൻ ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 10 to 12 ഡേയ്സ് ആയി ഞാൻ ഈ അലയാൻ തുടങ്ങുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും ബെസ്റ്റ് എക്കണോമിക്കൽ പ്രൈസ് റേഞ്ചിൽ നിങ്ങളുടെ കൈകളിലേക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് പാടുപെടുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അത്യാവശ്യം നല്ല കടബാധ്യതകളൊക്കെ ഉണ്ട്. എല്ലാത്തിനും ഊരണ്ടേ. അധികം സമയമില്ല. ഈ വർഷത്തിൽ തന്നെ അതൊക്കെ ഊരി ഇറങ്ങണം. മക്കളെ സെറ്റിലാക്കണ്ടായോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാക്ടറീസ്. ഞാൻ ഈ ഫാക്ടറികളൊന്ന് ജസ്റ്റ് കയറി കുറച്ച് നല്ല നമ്മുടെ ബത്തിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ഗുജറി പ്രിൻറ്റ്സ്, നല്ല സൂപ്പർ ക്വാളിറ്റി, അതും നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാകും. ഏറ്റവും ഹയ്യസ്റ്റ് ക്വാളിറ്റിയിലാണ് നമ്മൾ പ്രോഡക്റ്റുകൾ ഞാൻ ഇപ്രാവശ്യം പർച്ചേസ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞിട്ടില്ലേ ഗ്രേയുടെ കാര്യം? ഇതാണ് കേട്ടോ. ഇതാണ് ഗ്രേ മെറ്റീരിയൽ എന്ന് പറയുന്നത്. കാണിച്ചിരുന്നത് ഇതാണ് കണ്ടോ. ഇതിങ്ങനെ ഈ ഒരു കളറിലാണ് നമ്മൾ മെറ്റീരിയൽ വരുന്നത്. ഈ സെയിം കളറിലാണ് മെറ്റീരിയൽ വരുന്നത്. ഈ മെറ്റീരിയലിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രിൻ്റൊക്കെ ചെയ്ത് നമ്മൾ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അത് ഏതാണെന്ന് നമുക്കൊന്ന് കാണാം. ഇഷ്ടപ്പെടുന്ന പ്രിൻറ്റിലേക്കൊക്കെ നമ്മൾ ആ ഒരു മെറ്റീരിയലാണ് ഇഷ്ടപ്പെടുന്ന കളറിലേക്ക് വന്നിട്ട് ഈ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽസൊക്കെ ആയി വരുന്നത്. ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓരോന്നായിട്ടൊന്ന് ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാമേ. ഇങ്ങനെ ഓരോരോ പ്രിൻറ്റുകളായിട്ട് നമ്മുടെ നൈറ്റീസ് എല്ലാം മാറുന്നത് അങ്ങനെയാണ്. ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് കളക്ഷൻസാണ് കേട്ടോ. ഇത് നല്ല സൂപ്പർ ബത്തിക് പ്രിൻറ്റുകളുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി പ്രിൻറ്റുകളുണ്ട്. ബത്തിക്കിൽ തന്നെ മോസ്റ്റ്ലി ഞാൻ ഇത്രയും ഐറ്റംസ് ഓൾറെഡി ഇപ്പോൾ പർച്ചേസ് ചെയ്തതാണ്. 50 ബേയിൽ നല്ല അടിപൊളി കണ്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ല കളർ ചാർട്ടുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. സൂപ്പർ കളർ ചാർട്ടുകളാണ്. പിന്നെ ഞാൻ എടുത്തത് കുറച്ച് നല്ല ഭംഗിയുള്ള വേറൊരു കോട്ടൺ പ്രിൻറ്റിലുണ്ട്. കാണിച്ചു തരാമേ. എനിക്ക് വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആകെപ്പാടെ നമ്മൾ തന്നെ പണ്ടാരം ഉണങ്ങി പോകും. ഇത് ജസ്റ്റ് ഒരെണ്ണം ആയതേ ഉള്ളൂ, എൻ്റെ ഒറ്റ വിസിറ്റ് ആയതേ ഉള്ളൂ. ഇനി ഇത് കണക്കത്തെ 10 എണ്ണം എനിക്ക് കയറി ഇറങ്ങാനുണ്ട്. ഇതുപോലെയാണ് ഇവർ സെറ്റ് ചെയ്യുന്നത്. 3 മീറ്റർ അല്ല, 290 ആണ് കേട്ടോ. 2.90 മീറ്റേഴ്സാണ് ഇവർ സെറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഇരുന്ന് സെറ്റ് ചെയ്ത് കണ്ടോ. മെറ്റീരിയൽ ആക്കുന്നത് കണ്ടോ ഇതിനെ. ഇതുപോലെ ഇങ്ങനെ ഇതൊക്കെ നോർത്തിലേക്കുള്ളത്. ഇത് ഞാൻ എടുത്ത പ്രിൻറ്റുകളല്ല. നമ്മുടെ കേരളത്തിൻ്റെ ടേസ്റ്റ് മാത്രമല്ലേ എടുക്കുകയുള്ളൂ. ഇവർ ഓൾ ഇന്ത്യ മേക്കേഴ്സ് അല്ല, ഇന്ത്യൻ മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഇവരൊക്കെ എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2.90 മീറ്റർ കട്ടാക്കിയിട്ട് ഇതുപോലെ സോർട്ട് ചെയ്ത് പാക്ക് ചെയ്ത് സെറ്റാക്കി വരുമ്പോൾ നമ്മുടെ ഈ ഒരു കൈൻഡ് ഓഫ് ഇങ്ങനത്തെ അവരുടെ ഇതൊക്കെ ഒട്ടിച്ച് ഈ ഒരു സംഭവമായിട്ട് ഇങ്ങനെ വരും. നമ്മൾ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ബിറ്റ് കംപ്ലീറ്റ് എടുക്കണം. അതായത് 30 പീസ് ഉണ്ടാവും, 5 വെച്ച്. നമുക്ക് ആ 10 ഒരു കളറിൽ 10 പീസായിരിക്കും. 10, 20, 30 ഈ 3 ബണ്ടിൽ നമ്മൾ കംപ്ലീറ്റ്ലി എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ അതായത് ഇവിടെ നിന്നും ഇതുപോലെ ഫാക്ടറീസിൽ നിന്നും നമുക്ക് ഓടി വന്നിട്ട് ഒരു ഒരുമിച്ച് 2 ബേൽ 3 ബേൽ അങ്ങനെയൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് ഇതുപോലെ ഫാക്ടറീസിൽ നിന്നുള്ള നമ്മുടെ പർച്ചേസ് വരുമ്പം നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അത്യാവശ്യം ഡയറക്റ്റായിട്ട് മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്നുള്ള റേറ്റിൽ നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു വിലക്കുറവിൽ നമുക്ക് സാധനം തരാനും പറ്റുള്ളൂ. നമ്മുടെ ബലോത്രയിലെ ഒരു ഫാക്ടറി തപ്പിയുള്ള അലച്ചിലാണ് കേട്ടോ. റിക്ഷയിൽ നമ്മുടെ ഒരു മുട്ട കൂടെയുണ്ട്. മുട്ടനെ പൊക്കി അങ്ങനെ അലയുക കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെയാണ് സ്ഥലങ്ങൾ. കാരണം നിങ്ങൾക്ക് കുറേ പേർക്ക് കാണാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ വരുന്ന സ്ഥിതിക്ക് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കണ്ടു. ഇതുപോലെ ഒരുപാട് അലയണം കേട്ടോ. നമ്മൾ നല്ല സാധനങ്ങളും അതുപോലെ തന്നെ നല്ല ഫാക്ടറീസ്, റേറ്റ് കുറഞ്ഞ ഐറ്റംസ്, എന്നാൽ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് എല്ലാം തപ്പിപ്പിടിച്ചെടുക്കണ്ടായോ. ഇവിടുത്തെ ഇങ്ങനത്തെ കല്ലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവർ വീട് വെക്കുന്നത്.
ഇത് മതിൽ ഇതെല്ലാം ഒരു വല്ലാത്തത് ഒരു വലിയ ബണ്ടിൽ പോകുന്നു. പക്ഷേ ഇത് റയോണിൻ്റെ ബലോത്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലും നൈറ്റി മെറ്റീരിയൽസും റയോണുമാണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ളത്. അപ്പം റയോൺസിൻ്റെ ഒരെണ്ണം ഇതാ പോകുന്നുണ്ട് വലിയൊരു ബണ്ടിൽ. എന്നിട്ട് ഞാൻ അടുത്ത ഫാക്ടറിയിലോട്ട് പോവാം. പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ അടുത്ത് കാണിക്കുക എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഓരോ ഓട്ടോയിലിരുന്ന് കുലുക്കി നടി പൂവിടെ ഈ മുട്ടയാണെങ്കിൽ മുട്ടയുടെ തലേ കണ്ടാവും കൂടെ വെച്ചേക്കണം. അത്രേ ഉള്ളൂ. രാമനാണെന്ന് തോന്നുന്നു. അവന് മലയാളം അറിയാത്തത് എൻ്റെ ഭാഗ്യം. അവനെന്നെ കൊണ്ടുപോവുക. ഞാൻ കുറേ നേരമായി ഈ വണ്ടിക്കകത്ത് കയറിയിട്ട് അറിയാൻ തുടങ്ങിയിട്ട് അവനെന്നെ ഒരു മില്ലി കൊണ്ടുപോകാനുള്ള പോക്കാണ് കേട്ടോ. ഇവിടുത്തെ കല്ലൊക്കെ കണ്ടോ. ഇത് ഇങ്ങനെ കിടക്കുക നമ്മൾ കംപ്ലീറ്റും ഈ ഒരു റോഡും ഇതെല്ലാം ഇങ്ങനെയാണ്. होश किया क्या भैया? होश किया हम लोग? बहुत दूर लेके आया ना? हाँ, ये थोड़ी सी ले जाइए, पड़ती है बहुत रेट। अच्छा, वहाँ से इतने दूर तक भी इंडस्ट्रियल एरिया है ना? जो पहले तो इन लोग के 2 में थी, अभी क्या घर की लगा दी ना। अच्छा. ഓ അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിത് ഇറങ്ങി ഒന്ന് നോക്കട്ടെ. ഇതെന്ന് പറയുന്നത് ഒരു നമ്മുടെ മാർക്കറ്റാണ് കേട്ടോ. ഇത് നമ്മുടെ അതത് ബലോത്രയിലുള്ള ഒരു മാർക്കറ്റാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇവിടുത്തെ മാർക്കറ്റുകളെല്ലാം ഇരിക്കുന്നത്. ഈ ഒരു കൈൻഡ് ഓഫ് ആണ്. ഇതെല്ലാം തന്നെ അകത്ത് ഷോറൂമുകളാണ്. അകത്തെല്ലാം ഇതാ ഒരു ഷോപ്പ് തുറന്നിരിക്കുന്നുണ്ടോ. ഇനി ഇൻസൈഡിലേക്ക് പോയി നമ്മളെല്ലാം കണ്ടുപിടിക്കണം ഷോപ്പുകൾ ഏതാണ്. നമ്മൾ അവിടെയൊക്കെ കാണുന്ന പോലത്തെ നമ്മുടെ സൂറത്തിലോ അല്ലെങ്കിൽ അഹമ്മദാബാദിലൊക്കെ കാണുന്ന പോലത്തെ വലിയ മാർക്കറ്റുകളല്ല. ബലോത്ര ഒരു സാധാരണ നോർമൽ ഒരു നഗരമാണ്. ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അപ്പം നമ്മുടെ നൈറ്റി മെറ്റീരിയൽസ്, ലൈനിങ് മെറ്റീരിയൽസ്, പോപ്ലിൻസ്, ബ്ലൗസ് പീസുകൾ, റയോണിൻ്റെ തന്നെ ലോ ക്വാളിറ്റി, അതായത് റയോണിൽ റേറ്റ് കുറഞ്ഞായിട്ട് പ്രീമിയം ചെയ്യുന്നത് നമ്മുടെ അഹമ്മദാബാദിലാണ്. ലോ ക്വാളിറ്റി ഐറ്റംസ് എല്ലാം ചെയ്യുന്നത് ബലോത്രയിലാണ്. അപ്പം അങ്ങനെ കുറേ ഷോപ്പുകൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുവരാം. ഇപ്പം ഞാൻ നമ്മുടെ ലൈനിങ്ങിൻ്റെ സെക്ഷനിൽ വന്നിരിക്കുവാണ്. ലൈനിങ്ങിൻ്റെ ഒരു ഫാക്ടറി വാലേനെ കണ്ടിട്ട് വന്നിരിക്കുവാണ്. അപ്പം ലൈനിങ് ഇതുപോലെ നമ്മൾ കാണുന്ന ലൈനിങ്സ് ഒക്കെ ഇതുപോലെ ബണ്ടിലായിട്ടാണ് വരുന്നത്. ചെയ്ത് വന്നതിന് ശേഷം ഇത് നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ റോളായിട്ട് ഇതുപോലെ ഈ ഒരു റോൾ സെക്ഷനായിട്ടാണ് വരുന്നത്. ഓരോന്ന് കളേഴ്സായിട്ട്. അപ്പോൾ ഒരുപാട് കളേഴ്സിൻ്റെ ഞാൻ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നത്. ഇതുപോലെ ആണ് നമ്മൾ അതിനകത്ത് ഉണ്ടാക്കിയൊക്കെ എടുക്കുന്നത്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം കൂടി പറഞ്ഞു തിരുത്തിന് എനിക്കത് ചെവി അടഞ്ഞിരിക്കുന്ന കാരണം ഒരു രക്ഷയില്ല കേട്ടോ. ഇവൻ എങ്ങനെയാണ് ഈ ലൈനിങ് ഉണ്ടാക്കുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഒരു ബാക്ക് ക്യാമറ ഇട്ട് കണ്ടോ. ഇതുപോലെയാണ് നമ്മൾ വരുന്ന ലൈനിങ് ഇവർ പാക്ക് ചെയ്ത് അയക്കുന്നത്. ഇങ്ങനെയാണ് കണ്ടോ. 20 മീറ്ററിൻ്റെ ഒരു ബിറ്റ് വന്നത് കണ്ടോ. 24 മീറ്റർ. ഇതുപോലെ കണ്ടോ 24 മീറ്റർ. കളേഴ്സ് ഇതുപോലെ ആക്കി ഇതുപോലെ സെറ്റ് ചെയ്ത് ഒരാളിരുന്ന് ഈ ഒരു കാർഡ് വെച്ച് അതിനെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കും. ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് എടുക്കുന്നത്. നമ്മുടെ കാണേണ്ട ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഒരുപാട് കാഴ്ചകളുണ്ട്. എല്ലാം കൂടി നമുക്ക് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും കാണിച്ചു തരാം മാക്സിമം. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് ചെവി അടഞ്ഞിരിക്കുന്ന കാരണം എൻ്റെ ശബ്ദം പുറത്ത് വരുന്നുണ്ടോന്നും എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ നല്ല ടയേർഡായെന്ന് പറഞ്ഞാൽ സത്യം ജീവിച്ചു. ഇനി എനിക്ക് എങ്ങനെയും നാട് പറ്റിയാൽ മതി ആ അവസ്ഥയിലെത്തി. പക്ഷെ പറ്റത്തില്ല. ഒരു 2 ദിവസം കൂടെ ഉണ്ട്. അതായത് ബലോത്രയിലെ സബ്ജി മാർക്കറ്റാണ് കേട്ടോ. പച്ചമുളകിൻ്റെയൊക്കെ വലിപ്പമാണ്. നല്ല അടിപൊളി ഒരു വല്ലാത്തൊരു നഗരമായി ഈ ബലോത്ര. നിങ്ങൾ ആരെങ്കിലും ബലോത്രയിൽ വന്നിട്ടുണ്ടോ? അയ്യോ ഒരു രക്ഷയിലായിട്ട് ഇൻഡസ്ട്രിയൽ ഏരിയക്കകത്ത് കയറി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ നടന്ന് നമ്മുടെ ഒരുപാട് വരും. പിന്നെ ഓരോന്നും കൻകാരിയ ഗ്രൂപ്പൊക്കെ ബലോത്രയിലാണല്ലോ. വിശാൽ ഗ്രൂപ്പ്, DCM ജോധ്പൂരാണ്. അപ്പം ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ടീംസും അശോക് ഇൻഡസ്ട്രീസ് ഇവരെല്ലാം തന്നെ ബലോത്രയിലാണ് ഉള്ളത്. അപ്പം ബലോത്രയിൽ അങ്ങനെ കുറച്ച് നല്ല വലിയ ടീമുകളുമായിട്ടുള്ള കുറച്ച് നല്ല കളക്ഷൻസ് എടുത്തിട്ടുണ്ട്. നമുക്കിനി എല്ലാം ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് വേണം അല്ലേ? ഹോൾസെയിലായിട്ട് വേണ്ടേ? അത് റീറ്റെയിൽ മാത്രം മതിയോ? രണ്ടും നോക്കാം അല്ലേ നമുക്കൊരു കൈ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.